ത്രിയേക ദൈവത്തിന് സ്തുതി. വചനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവവചനം ധ്യാനിക്കുക, പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിലാഴമുള്ളവരാവുക. അതാണ് ക്രിസ്തീയ ജീവിതം. വചനത്തെ ധ്യാനിച്ച പൂർവ്വപിതാക്കന്മാർ വചനധ്യാനത്തെക്കുറിച്ച് മനോഹരമായ ഒരു ദർശനം പങ്കുവെക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അതൊരു കടൽ പോലെയാണ്. കടലിൻ്റെ കരയ്ക്ക് കുട്ടികൾക്കിരുന്ന് കളിക്കാം. ഒരുപക്ഷെ ബൈബിൾ കഥകൾ കേൾക്കുന്നത് അങ്ങനെയാണ്. കടലിനെ മുന്നോട്ട് നീങ്ങി ചില തുള്ളി എടുത്ത് രുചിച്ചു നോക്കി നമുക്ക് കടലിൻ്റെ രുചി അറിയാം. ചില വാക്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ അല്പം കൂടെ മുന്നോട്ട് നടന്ന് കാലൊക്കെ നനയ്ക്കാം. ചില സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ വീണ്ടും മുന്നോട്ട് നോങ്ങി ആഴത്തിൽ കുളിക്കാം. ഒരുപക്ഷെ ചില വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ അങ്ങനെയാണ്. വീണ്ടും ആഴത്തിലേക്ക് സഞ്ചരിക്കാം. അവിടെ അനേകം മത്സ്യങ്ങൾക്ക്, അനേക ജലജീവികൾക്ക് സഞ്ചരിക്കാനുള്ള ഇടമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ അനേകം സാധ്യതകൾ, ജീവനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ചുള്ള അനേകം വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ കടലിനകത്തൂടെ കപ്പൽ പോലെയുള്ള വലിയ ജലവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ആദ്യം മുതൽ അവസാനം വരെയുള്ള യേശുവിനെ കുറിച്ച് പഠിക്കാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള രക്ഷയെക്കുറിച്ച് പഠിക്കാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സൗന്ദര്യത്തെക്കുറിച്ച്, ഇസ്തെറ്റിക്സ് ഓഫ് ഗോഡ്, അതിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. സൈലൻസ് ഓഫ് ഗോഡിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള വേദപുസ്തക പഠനങ്ങൾ ഉണ്ട്. അങ്ങനെയൊക്കെ ആഴങ്ങളിൽ പഠിക്കാൻ സാധിക്കുമ്പോഴും പിന്നെയും കടലിൻ്റെ അപാരത ശേഷിക്കുകയാണ്. അതുപോലെയാണ് വിശുദ്ധ വചനം. എത്ര പഠിച്ചാലും എത്ര ധ്യാനിച്ചാലും വീണ്ടും അപാരത ശേഷിക്കുന്നു. അതുകൊണ്ടാണ് കേരൻ ആംസ്ട്രോങ് എന്ന എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട്, കടലിൻ്റെ മുമ്പ് നിൽക്കുന്ന ഇമേജറിയേക്കാൾ ശക്തമായൊരു ഇമേജറി, ആ ഇമേജറി ബേണിംഗ് ബുഷിന് മുമ്പ് നിൽക്കുന്ന മോശയുടെ ഇമേജറിയാണ്. ബേണിംഗ് ബുഷിന് മുമ്പിൽ നിൽക്കുന്ന മോശ വിസ്മയത്തോടെ നിന്നതുപോലെ വേണം ഓരോ തവണയും വചനത്തിനു മുമ്പാകെ നാം നിൽക്കാൻ. ആ വിസ്മയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ആ വിസ്മയത്തിലേക്ക് നമ്മെ വിളിക്കുവാൻ വേണ്ടിയാണ് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ വകയായി ആരംഭിക്കുന്നതായ ഈ പഠന പരമ്പര. ഇതിനെ ഞങ്ങൾ നാമകരണം ചെയ്യുന്നത് യൗമോനോ, ഡെയിലി ബ്രെഡ് എന്ന സുറിയാനി പദമാണ്. ഈ പദം നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്ത പദമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യൗമോനോ? പണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളൊരു ഗീതം ചൊല്ലുമായിരുന്നു. അതിൽ യാവന എന്നൊരു വാക്കുണ്ടായിരുന്നു. അന്നുള്ള യാവന ഞങ്ങൾക്ക് തരണമേ. ഈ മലയാള പദം വന്നത് യൗമോനോ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്. അന്നത്തേക്കുള്ള ആഹാരം ആണ്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കിടക്കയിലായിക്കൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ജോലിക്ക് പോകുന്ന തിരക്കിനിടയ്ക്കായിരിക്കാം, ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിനിടയ്ക്കായിരിക്കാം, യൗവനക്കാരനായിരിക്കാം, വൃദ്ധനായിരിക്കാം, കൊച്ചുകുട്ടിയായിരിക്കാം. എല്ലാവരെയും വചനം വിസ്മയിപ്പിക്കും. അങ്ങനെ വചന വിസ്മയത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചന പരമ്പരയിലൂടെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡോക്ടർ UR അനന്തമൂർത്തി കന്നഡ സാഹിത്യത്തിലെ അതിപ്രഗത്ഭനാണ്. ഡോക്ടർ UR അനന്തമൂർത്തി ക്രൈസ്തവ മതത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് കഥകളുടെ മതം എന്നാണ്. കഥകളിലൂടെയാണ് ക്രൈസ്തവ മതം ലോകമെമ്പാടും ചെന്നത്. കഥകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, കഥകൾക്ക് ദർശനമുണ്ട്, കഥകൾക്ക് ആത്മീയതയുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞ കഥകളിൽ അനിതര സാധാരണമായ സൗന്ദര്യമുള്ള കഥയാണ് ഒരു വഴിയാത്രക്കാരൻ്റെ കഥ. സ്റ്റോറീസ് ആർ ദി ഫിലോസഫീസ്, സ്റ്റോറീസ് ആർ ദി visions that communicates Jesus' message. Stories are not neutral, stories are with intentions. യേശു തമ്പുരാൻ്റെ കഥകളിലൊക്കെ ചില ഉദ്ദേശങ്ങൾ ഉള്ള കഥകളാണ്. അങ്ങനെ യേശു തമ്പുരാൻ പറഞ്ഞ ഏറ്റവും അപൂർവമായ, ഏറ്റവും ശ്രേഷ്ഠമായ കഥയാണ്
ഒരു മനുഷ്യൻ എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന അനുഭവത്തിൻ്റെ കഥ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെയെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ആഴമുള്ള ചോദ്യമാണ്, എന്താണ് നിത്യജീവൻ? വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? ഹൗ ടു ഇൻഹെറിറ്റ് ഇറ്റ്? അതെങ്ങനെ അവകാശമാക്കുവാൻ കഴിയും? യേശു ഈ വലിയ ചോദ്യത്തിന് ചെറിയ ഒരു കഥയിലൂടെ മറുപടി നൽകുന്നു ഈ വേദഭാഗത്ത്. സംഭാഷണം ശ്രദ്ധേയമാണ്. യേശുവിനോട് ചോദ്യം ചോദിക്കുന്ന ആൾ സാധാരണക്കാരൻ അല്ല. യേശുവിനോട് ചോദ്യം ചോദിക്കുന്ന ആൾ ന്യായശാസ്ത്രി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുന്നത്. ഹി is a professional religious teacher. Though the Bible has written him in normal translations as a lawyer, in detailed study of the text, we can understand that he is an expert in the Torah. മോശയുടെ ന്യായപ്രമാണത്തെ ആഴത്തിൽ പഠിച്ച് ന്യായപ്രമാണത്തിൻ്റെ സമ്മറി അറിയാവുന്ന ആളാണ് യേശുവിനോട് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവിൻ്റെ പക്കൽ ഒരു ഉത്തരം വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് ചോദ്യകർത്താവിനോട് യേശു മറു ചോദ്യം ചോദിക്കുകയാണ്. യേശു ചോദിക്കുന്നു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ, ഹൗ ഡു യു റീഡ് ഇറ്റ്? ഒരുപക്ഷെ ലോക മതങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട, ലോകത്തിലെ എല്ലാ മതപാരമ്പര്യങ്ങളും ശ്രദ്ധിക്കേണ്ട 2 ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് റിട്ടൺ ആൻഡ് ഹൗ ഡു യു റീഡ് ഇറ്റ്? വചനത്തിൽ, വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് പ്രധാനം ആണെങ്കിൽ തന്നെയും അതിനെ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് അതിപ്രധാനമാണ്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ശ്രേഷ്ഠനായ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്ക് ഗീതയായിരുന്നു അടിസ്ഥാനമെങ്കിൽ അദ്ദേഹത്തെ നിഷ്കരുണം വധിച്ച ആളും മതഗ്രന്ഥം വായിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് നമ്മെ അമ്പരപ്പിക്കുന്ന വസ്തുത. അതുകൊണ്ട് കേവലമായി മതഗ്രന്ഥത്തിൻ്റെ വായന മാത്രം
ഒരു മനുഷ്യനെ ഉദാത്തമാവുകയോ മെച്ചമാക്കുകയോ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടായിരിക്കാം യേശു തമ്പുരാൻ രണ്ടാം ചോദ്യം കൂടെ ചേർത്ത് ഒരു ചോദ്യത്തിന് 2 ചോദ്യങ്ങൾ മറുപടിയായി ചോദിച്ചത്. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ ആൻഡ് ഹൗ ഡു യു റീഡ് ഇറ്റ്? 2 ചോദ്യങ്ങൾ ചേർത്തുള്ള മറുചോദ്യത്തിന് ന്യായശാസ്ത്രി മനോഹരമായ ഉത്തരം നൽകി. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെയെന്ന് ഉത്തരം പറഞ്ഞു. ഒരുപക്ഷെ മതപഠനങ്ങളിൽ ഏറ്റവും നല്ല പഠനമാണ് ഇത് നടത്തിയിരിക്കുന്നത്. ദൈവവും മനുഷ്യനും, ദൈവവും പ്രപഞ്ചവും, ദൈവവും സൃഷ്ടിയും ഒരേപോലെ പ്രാധാന്യത്തോടെ ഈ ഉത്തരത്തിൽ കാണുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുവാനുള്ള ആത്യന്തികമായ ദർശനമുണ്ട്. Therefore it condenses the summary of faith. അപ്പോൾ ഇവന് ഉത്തരം അറിയാമെങ്കിൽ അദ്ദേഹത്തോട് യേശു പറയുന്ന അടുത്ത വാചകം ശ്രദ്ധേയമാണ്. 28-ാം വാക്യം പറയുന്നു, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. And he said to him, you have answered correctly, do this and you will live. ഇത് രസകരമായ ഒരു മറുപടിയാണ്, ശ്രദ്ധിക്കേണ്ട ഒരു മറുപടിയാണ്. യേശു പറയുകയാണ്, നിനക്കറിയാവുന്ന നന്മയുടെ പാഠങ്ങൾ പ്രയോഗത്തിലേക്ക് വരുത്തുക, നിനക്കറിയാവുന്ന സ്നേഹത്തിൻ്റെ വായനകൾ പ്രയോഗത്തിലേക്ക് വരുത്തുക, അങ്ങനെയെങ്കിൽ നീ ജീവിക്കും. then you will live. ഒരുപക്ഷെ നീ ജീവിച്ചിട്ട് വേണം നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ. നിത്യജീവനാണ് ചോദ്യമെങ്കിലും ജീവിക്കേണ്ടത് എങ്ങനെയെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവർക്ക് നിത്യജീവൻ എന്തെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ ഇത് ചെയ്യുക, അങ്ങനെ ചെയ്താൽ നീ ജീവിക്കും. കൊച്ചിലെ തൊട്ട് നമ്മളെ ട്യൂഷൻ സാറും സ്കൂളിലെ സാറും പറഞ്ഞു തന്നത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയവ ഒക്കെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്നേ നാം ശരിയായി ജീവിച്ചേനെ. ഡയറ്റിങ്ങിനെ കുറിച്ച് ധാരാളം മാസികകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഡെയിലി ഡയറ്റിങ്ങിൻ്റെ പുതിയ റൈറ്റപ്സ് വായിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർ നിരന്തരം അത് വായിക്കുകയും ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് അറിവിൻ്റെ കുറവ് കൊണ്ടല്ല, അറിവിൻ്റെ പ്രയോഗത്തിൻ്റെ കുറവാണ് ജീവിതത്തെ വൈതരണിയിൽ ആക്കിയിരിക്കുന്നത്. They know but they don't implement. They are informed but they are not acting. വീണ്ടും നമ്മൾ കാണുന്നു 29-ാം വാക്യത്തിൽ, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. But he, desiring to justify himself, said to Jesus, and who is my neighbor? യേശുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആര് എന്നെനിക്കറിയില്ല. ഇതൊരു രസകരമായ സംവാദമാണ്. ന്യായശാസ്ത്രിയാണ്, ഇസ്രയേലിലെ പണ്ഡിതനാണ്, തോറ സമ്മറൈസ് ചെയ്യുന്ന ആളാണ്. So he is an intellectually informed personality. He is a scholar. പണ്ഡിത വരേണ്യനായ ഒരാൾക്ക് എന്തുകൊണ്ടാണ് കൂട്ടുകാരനെ അറിയാത്തത്? ശരിക്കും കൂട്ടുകാരനെ അറിയാത്ത അവസ്ഥയല്ല, കൂട്ടുകാരനെ കുറിച്ചുള്ള ഒരജ്ഞത ജീവിതത്തിനൊരു സുഖം നൽകുന്നുണ്ട്. കൂട്ടുകാരനെ അറിയില്ല എന്ന് പറയുന്നത് ജീവിതത്തിനൊരു പ്രത്യേക സന്തോഷം നൽകുന്നുണ്ട്. ഒരുപക്ഷെ അല്പം ഉഴപ്പി ജീവിപ്പാൻ, അല്പം ശ്രദ്ധ കുറച്ച് ജീവിപ്പാൻ ഒക്കെ സാധിക്കുന്നുണ്ട്. ഇതൊരു കോൺഷ്യസ് ഇഗ്നോറൻസ് ആണ്. ഇത് തികഞ്ഞ ബോധപൂർവമായ ഒരജ്ഞതയാണ്. അറിയാത്ത അജ്ഞതയുണ്ടാവാം, അറിവുകൊണ്ടും ഒരജ്ഞതയുണ്ട്. അതാണ് സൂക്ഷിക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഒരജ്ഞത. ഒരു പക്ഷേ ലോകത്തിൽ എവിടെയെങ്കിലും
മതത്തിൻ്റെ പേരിൽ ആരെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ, മതത്തിൻ്റെ പേരിൽ ആരെയെങ്കിലുമൊക്കെ മാറ്റി നിർത്തുമ്പോൾ, ഏതെങ്കിലും കാരണത്താൽ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് നോവുന്നുണ്ട് എന്ന്. എന്നാൽ ആ നോവിനെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞതാഭാവം അതൊരു കോൺഷ്യസ് ഇഗ്നറൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് യേശു ഒരു കഥയായി മറുപടി പറയുന്നത്. യേശു തമ്പുരാൻ പറയുന്നു, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ യാത്രകൾ പലതും യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള വഴിയിലാണ്. എരിഹോവിൻ്റെ വഴിയിൽ വെച്ചാണ് യേശു തമ്പുരാൻ ബർത്തിമായിയെ കാണുന്നത് എന്ന് നമുക്കറിയാം. എരിഹോവിൻ്റെ വഴിയിലാണ് 24-ാം അധ്യായത്തിൽ 2 പേരുടെ വർത്തമാനത്തെക്കുറിച്ച് യേശു തമ്പുരാൻ ഇടപെട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഈ ജേർണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക്. അങ്ങനെ ഈ യാത്ര നടക്കുകയാണ്. യെരുശലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എരിഹോവിലേക്കാണ് പോകുന്നത്. വഴിയാത്ര മധ്യേ ഒരു മനുഷ്യനെ കള്ളന്മാർ ഉപദ്രവിക്കുന്നു. അയാൾ വഴിയിൽ കിടക്കുമ്പോൾ ഒരു ലേവ്യനും ഒരു പുരോഹിതനും ആ വഴി കടന്നു പോകുന്നു. ലേവ്യൻ, പുരോഹിതൻ, ഇവർ 2 പേരും ന്യായപ്രമാണം പഠിച്ച് അതിൽ ജീവിക്കുന്നവരും അത് ചെയ്യേണ്ടവരും ആണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയിരിക്കാം, അച്ഛനും ഒരു ലേവ്യനല്ലേ, അച്ഛനും ഒരു പുരോഹിതനല്ലേ? തീർച്ചയായും ഞാനൊരു പുരോഹിതനാണ്. എന്നാൽ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും പുരോഹിതരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. We all are like him, that we are too busy to care, too busy to listen, too programmed to look at others and to give concerns. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച മനോഹരമായ ഒരു പുസ്തകമുണ്ട്. യൂജിൻ എച്ച് പീറ്റേഴ്സൺ എന്നാണ് ഓഥറിൻ്റെ പേര്. അദ്ദേഹം പറയുന്നുണ്ട് കണ്ടംപ്ലേറ്റീവ് പാസ്റ്റർ. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, ദി അൺബിസി പാസ്റ്റർ. അതിലിങ്ങനെ പറയുന്നു അദ്ദേഹം, യു ആർ ബിസി ബിക്കോസ് യു ആർ വോയിഡ്, യു ആർ ബിസി ബിക്കോസ് ദർ ഇസ് എ ക്യാവിറ്റി ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിൽ ശൂന്യത ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം തിരക്ക് നിങ്ങൾക്കുള്ളത്. വാസ്തവമായി അത്രയും തിരക്ക് നിങ്ങൾക്ക് ഇല്ല. അങ്ങനെ തിരക്കിട്ട് ഇവർ 2 പേർ പോകുമ്പോൾ ഇതാ ഒരാൾ വരുന്നു. അയാൾ ഒരു ശമര്യക്കാരൻ ആണ്. ഒരാളെന്നല്ല, കൃത്യമായി ശമര്യക്കാരൻ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇവിടെയാണ് ഈ കഥയ്ക്ക് ഒരു രാഷ്ട്രീയ മാനം, ഒരു ദാർശനിക മാനം കൂടെ കൈവരുന്നത്. യഹൂദന്മാരും ശമര്യരും തമ്മിൽ ദീർഘവർഷത്തെ അകലം ഉണ്ട്. യഹൂദരും ശമര്യരും തമ്മിൽ സംസർഗം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തക എഴുത്തുകാർ ശമര്യക്കാരത്തി സ്ത്രീയുമായുള്ള സംസാരത്തെ, യേശുവിൻ്റെ സംഭാഷണത്തെ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയത്. വേദപുസ്തകം മുഴുവൻ സംവാദങ്ങളുടെ പുസ്തകമാണ്. യഹൂദ്യരും ശമര്യരും തമ്മിലുള്ള സംവാദം വേദപുസ്തകത്തിൻ്റെ ഒരു പ്രമേയമാണ്. അങ്ങനെ യഹൂദർ നിരന്തരമായി മ്ലേച്ഛരെന്ന് കരുതിയിരുന്ന ശമര്യക്കാരനാണ് ഈ കഥയിലെ നായകൻ. ഒരുപക്ഷെ ദുഷ്ടരെന്ന്, മോശമെന്ന്, നീചരെന്ന് നമ്മൾ കരുതുന്ന പലരും നമ്മളെക്കാൾ മെച്ചവും ശ്രേഷ്ഠവും പാവനവുമായ ജീവിതം ഉള്ളവരാകാം എന്നൊരു സന്ദേശം കൂടെ ഈ ഭാഗത്തുണ്ട്. ഈ വഴിയരികിൽ കിടന്ന മനുഷ്യനെ തേടി എത്തുന്ന ശമര്യക്കാരൻ. ഈ വേദഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു സന്ദേശം, എനിക്കും നിങ്ങൾക്കും ഒരു ശമര്യക്കാരൻ ഉണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ശമര്യക്കാരൻ്റെ സന്ദർശനമില്ലാത്ത, ശമര്യക്കാരൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിക്കാത്ത, ശമര്യക്കാരൻ്റെ കരുതലിൻ്റെ കാവൽ അനുഭവിക്കാത്ത ഒരാളും ഇത് കേൾക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശുപത്രി ആവശ്യത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ മധുരയിൽ പോയിട്ട് ഞാനും അമ്മയും സഹോദരിയും മടങ്ങി വരികയായിരുന്നു. പാതിരായുടെ അടുത്ത നേരത്ത് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ എത്തി. പത്തനംതിട്ടയിലേക്ക് കാലത്ത് മാത്രമേ ബസ്സുള്ളൂ. അവിടെ നിന്ന ഓട്ടോക്കാർ ഞങ്ങളോട് പറഞ്ഞു, ഈ രാത്രി സമയത്ത് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല. ഞങ്ങൾ ഭയവിഹ്വലരായി എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോൾ ഒരു കുടുംബം അതുവഴി വന്നു. ആ കുടുംബം തമിഴ് കുടുംബമായിരുന്നു. അവർ ഞങ്ങളോട് ചോദിച്ചു, എവിടേക്ക് പോകാനാണ്?
ഞാൻ പറഞ്ഞു, പത്തനംതിട്ടയ്ക്ക് പോകണം. ഞാൻ ചെറുപ്പമാണ്, 16 വയസ്സ് മാത്രം പ്രായം. അമ്മയും സഹോദരിയും ഉണ്ട്. ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ ഇവരുടെ കൂടെ ഞങ്ങൾ 2 ഓട്ടോകളിലായി അവരുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ 3 പെൺമക്കളാണ്. അദ്ദേഹം പറഞ്ഞു, മകൻ വേറൊരു വീട്ടിൽ താമസിക്കണം. എന്നെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രി അവിടെ പാർത്തു. അധികാലത്ത് 4:15-4:30 മണിയായപ്പോൾ ഉണർന്നു നോക്കിയപ്പോൾ ആ വീട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി വച്ചിരിക്കുകയാണ്. വഴിയിൽ കഴിക്കാൻ തൈര് സാധം, ദഹിവട, ഇതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഞങ്ങളെ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ കാലത്ത് കൊണ്ട് വിട്ടപ്പോൾ ഞങ്ങൾ അവർക്ക് സ്നേഹ സമ്മാനമായി അല്പം പൈസ കൊടുക്കാൻ ശ്രമിച്ചു. വലിയ മണ്ടത്തരമായി പോയി എന്നവർ ഞങ്ങളെ പഠിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് സ്നേഹം കൊണ്ടാണ്, പ്രതിഫലത്തിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അഡ്രസ്സ് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തമിഴിൽ അഡ്രസ്സ് എഴുതി തന്നു. തിരിച്ച് മറുപടി അയക്കാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരു നന്ദിയുടെ പാട് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഒരു ശമര്യക്കാരൻ്റെ സ്പർശനമേൽക്കാത്ത ഒരാൾ പോലും ഇവിടെ ഇല്ല, നമ്മളിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ കഥ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചു പോയ, നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ മിഴിവുറ്റതാക്കിയ, നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു രാത്രി കാവൽ നിന്ന ഒരു ശമര്യക്കാരനെ നാം ഓർക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. യേശു മുന്നോട്ട് പറയുകയാണ് ഈ ശമര്യക്കാരനെ കുറിച്ച്. അവൻ മുറിവുകളെ കെട്ടുന്നു, വാഹനത്തിൽ കയറ്റുന്നു, വഴിയമ്പലത്തിൽ എത്തിക്കുന്നു, 2 വെള്ളിക്കാശ് നൽകുന്നു. വീണ്ടും എന്തെങ്കിലും ചെലവായാൽ അവന് വേണ്ടി ചെയ്യുവാൻ സന്നദ്ധത കാണിക്കുന്നു. an extra act of mercy. കേവല സഹായം അല്ല, അവൻ്റെ ജീവനെ രക്ഷിക്കുകയും അവനെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. സംടൈംസ് അവർ ആക്ഷൻസ് വിൽ എൻഡ് അപ്പ് ഇൻ മിയർ ചാരിറ്റി. ഒരു ഫസ്റ്റ് എയ്ഡ് ചാരിറ്റി അല്ല ഇവിടെ കാണുന്നത്, മറിച്ച് അവനെ അങ്ങേയറ്റം വരെ എത്തിക്കുന്ന, അവൻ്റെ ജീവൻ ആവശ്യമുള്ളതെല്ലാം നൽകുന്ന സ്നേഹം. ചോദ്യം യേശു ചോദിക്കുകയാണ്, ഇവന് ആരാണ് കൂട്ടുകാരനായി തീർന്നത്? വഴിയിൽ കിടക്കുന്ന മനുഷ്യന് കൂട്ടുകാരനായി തീർന്നത് ആരാണ്? അപ്പോൾ ന്യായശാസ്ത്രി മറുപടി പറയുന്നു, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. യേശു പറയുകയാണ്, നീയും പോയി അങ്ങനെ ചെയ്യുക. യു ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. ചോദ്യം നിത്യജീവനാണ്, ഉത്തരം കരുണയാണ്. ചോദ്യം ഇറ്റേണൽ ലൈഫാണ്, ഉത്തരം കമ്പാഷനാണ്. 25-ാമത്തെ വാക്യത്തിൽ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞ കഥയുടെ ഉപസംഹാരത്തിൽ യേശു പറയുന്നത് നീ കരുണയുള്ളവനാവുക എന്നാണ്. അതായത് നിത്യജീവന് ആവശ്യം കരുണയുള്ളവരാവുക. നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നതായ ശമര്യക്കാരൻ്റെ പാടുകളെ, ഓർമ്മകളെ എടുത്തുകൊണ്ട് പുതിയ വഴിയിലൂടെ സഞ്ചരിപ്പാൻ, ആ ശമര്യക്കാരോട് നന്ദിയുള്ളവരായിരിക്കാൻ, ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കരുണയുടെ കാലുകളും കരുണയുടെ കൈകളും കരുണയുടെ കണ്ണുകളും നമുക്കുണ്ടാവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന സ്നേഹത്തിനായി നിനക്ക് സ്തുതി. ന്യായശാസ്ത്രിയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഈ സംഭാഷണം ഞങ്ങളുടെ ഉള്ളിലും ആഴത്തിൽ സഞ്ചരിപ്പാൻ നീ സംഗതിയാക്കണമേ. വചനത്തിൻ്റെ ധ്യാനം ഞങ്ങളുടെ ഉള്ളിൽ ആഴമായ സ്പർശനം നൽകണമേ. ഞങ്ങളിലൂടെ കടന്നുപോയ, ഞങ്ങൾക്ക് കാവൽ നിന്ന, ഞങ്ങളോട് കരുണ ചെയ്ത ശമര്യക്കാരെ ഓർക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.